നമസ്കാരം. ആരാവിലാണേ. അപ്പം മരടിലാണ് നിൽക്കുന്നത്. രാവിലെ കൃത്യം 3:30 എണീറ്റതാണ്. 3:30 എണീറ്റു. പിന്നെ ഒരു 4 മണി വരെ കിടന്നുറങ്ങി. 4:30 എണീറ്റു. ഒരു 5 മണിയാകുമ്പോഴത്തേക്കും കുളിക്കാനായിട്ട് പോയി. 5 മണിയാകുമ്പോഴത്തേക്കും കുളിച്ചു. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 കഴിഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല, ഓണാക്കിയിട്ടേക്കുക. ഇപ്പം നിലവിലിപ്പം മരട് ക്രൗൺ പ്ലാസയുടെ അടുത്താണ് നിൽക്കുന്നത്. ക്രൗൺ പ്ലാസയുടെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. രാവിലെ ചെറിയൊരു പണിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇച്ചോടെ നേരത്തെ ഇറങ്ങിയത്. രാവിലെ താമസിച്ച് എണീക്കുള്ളൂ അറിയാവുന്നതുകൊണ്ട് തന്നെ രാവിലെ ഒരു 3:30 ആയപ്പോൾ അലാറം വെച്ചത്. അതാകുമ്പോൾ 2 മണിയായാലും അലാറം അടിച്ചെങ്കിൽ എഴുന്നേക്കൂലും അങ്ങനെ. അപ്പോൾ അത് നടന്നില്ല. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അത് ക്ഷീണം എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ഉണ്ടല്ലോ, പകലത്തെ ചൂടും ഈ റോഡിലല്ലേ ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു ക്ഷീണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് താമസിച്ച് എണീറ്റപ്പോൾ കുളിക്കാൻ ചെന്നപ്പോൾ പമ്പി വെള്ളമില്ല. പിന്നെ ആ ഒരു ബാഗിന് ചാക്കിയിട്ട് വെള്ളമൊക്കെ അടിച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കോസ്റ്റ്യൂമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഈ സമയമായി. അപ്പോൾ ഇനിയിപ്പം ക്രൗൺ പ്ലാസയിൽ നിന്ന് രാവിലെ എയർപോർട്ടൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൂടെ വന്ന് കിടക്കുക. രാവിലെ അതിമോഹമാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. കാരണം രാവിലെ ഇപ്പം ഇവിടെ നിന്നൊക്കെ ഇനി അടിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും രാവിലെ ഒന്നും ജോലിക്ക് പോകുന്നവരൊക്കെ ബസ് അല്ലെങ്കിൽ സ്വന്തം വണ്ടിയായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വണ്ടി എടുത്ത് പോവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ ക്രൗൺ പ്ലാസയിലോ അല്ലെ അവിടെ നിന്നൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെ എയർപോർട്ടോ അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു കാവടി ഒക്കും എന്നുള്ള പ്രതീക്ഷയിലൂടെ വന്ന് കിടക്കുക. ക്രൗൺ പ്ലാസ അവിടെ തൊട്ട് മുമ്പിലുണ്ട്. ലേമറഡി ഇതിൻ്റെ ഓപ്പോസിറ്റ് ലേമറഡി ഉണ്ട് കേട്ടോ. പുള്ളി എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു, പുള്ളി ഉറക്കമാണ്, വലിയ അനക്കമൊന്നുമില്ല. ക്രൗൺ പ്ലാസ ഓക്കെയാണ്. നോക്കിയിട്ട് ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്രൗൺ പ്ലാസ ഇതിൻ്റെ ഈ എൻട്രൻസ് ഈ കാണുന്ന ഭാഗത്താണ്. ആ കാറ് കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ആ പച്ചവട്ടം കാണുന്ന എൻട്രൻസ്. ഈ കാറ് കണ്ടോ? ആ കാറ് കിടക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പൊക്കെ എടുത്ത് രാവിലെ പച്ച പിടിക്കാന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇതുവരെ അടിച്ചിട്ടൊന്നുമില്ല. ഇതുവരെ അങ്ങനെ എൻ്റെ കണക്കൂട്ടിൽ തെറ്റിയിട്ടില്ല എന്നൊരു പ്രതീക്ഷ ഇല്ല കേട്ടോ. ഒത്തിരി തെറ്റിയിട്ടുണ്ട്. ഇന്നും തെറ്റാനാണ് ചാൻസ്. എന്നാലും വേണ്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും ഒത്തിരി കാര്യമാണ് പറ്റില്ല. ഇപ്പോൾ ഞാൻ ആ കയറിയ പമ്പ് തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വലിയ ഇതില്ല. പിന്നെ എന്നോട് ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ ഊബറിലേക്ക് ഇറക്കുന്ന എങ്ങനെയാണ്, അതിന് എന്നാ ചെയ്യേണ്ടത്, ഊബറിന് വണ്ടിയുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് എനിക്ക് ഒന്നേ പറയുള്ളൂ, ഊബറിന് വണ്ടിയില്ല. ഊബറായിട്ടൊരു കുറേ വണ്ടികൾ എടുത്തിട്ട് ഊബർ കമ്പനി ഡ്രൈവർമാരെ മാത്രം എടുത്ത് ഓടുന്നില്ല. അങ്ങനെയൊരു സംഭവം ഇല്ല. ഊബറിന് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഡോക്യുമെൻറ്റ്സ് പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള സകല സാധനങ്ങളും അപ്ലോഡ് ചെയ്ത് അവരത് വെരിഫൈ ചെയ്ത് പോലീസ് ക്ലിയറൻസും ഒക്കെ ഇപ്പോൾ വേണം. ഇപ്പം ഞാൻ അക്കൗണ്ട് എടുത്തപ്പോൾ വേണ്ടായിരുന്നു. അപ്പം അതെല്ലാം വെരിഫൈ ചെയ്ത് അങ്ങനെയാണ് ഇപ്പം നിലവിലായിട്ട് സംവിധാനം. അപ്പം പിന്നെ അതുപോലെ മെച്ചമാണോ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മെച്ചമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവനവൻ ഓടുന്നവരിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന ട്രിപ്പുകൾ പോലെ ഇരിക്കും. പിന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ പോലെ ഇരിക്കും. പിന്നെ നമ്മൾ കൊണ്ടുനടക്കുന്ന വണ്ടിയുടെ രീതിയിലുണ്ട്. വണ്ടി എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. 7 സീറ്റർ 4 സീറ്റർ അതിന് ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പ് ഓട്ടങ്ങളായിരിക്കും കിട്ടുന്നത്. അതിന് ഓരോ പർപ്പസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ട്രിപ്പുകളൊക്കെ കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ 4 സീറ്ററുമായിട്ട് നമുക്ക് പാക്കേജ് ഓട്ടം പോകാൻ പറ്റില്ല. അതേപോലെ ഒരു 3-4 പേരുള്ള ഒരു എയർപോർട്ട് ഓട്ടം പോകാൻ പറ്റില്ല. അവരുടെയൊക്കെ ലഗേജ് കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മെച്ചമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ല. നമ്മളിപ്പോൾ എഴുന്നേറ്റ് രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുന്നു, ഒരു ഇത്ര സമയത്ത് ഓടാൻ ഇറക്കുന്നു, ഇത്ര സമയം വരെ ഓടാൻ നിൽക്കുന്നു, ഓട്ടം അതുപോലെ എടുത്ത് ഓടുന്നു. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ മെച്ചം ഉണ്ടാവും എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അല്ലാതെ ഇപ്പം ഞാൻ അതിനകത്ത് ഓട്ടോ കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചെടുത്തിട്ട് നാളെ നിങ്ങൾ തിരി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നോക്കി കണ്ട് ഓടിക്കഴിഞ്ഞാൽ പൈസ അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ എല്ലാ ദിവസവും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളും ആയിരിക്കുമല്ല. ചില ദിവസങ്ങളിൽ തീരെ ഓട്ടമില്ലാത്ത ദിവസങ്ങളുണ്ട്. അന്ന് ഈ ചൂട് സഹിക്കാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ നമ്മൾ CNG ഒക്കെ പോട്ടെ എന്ന് ഓർത്തിട്ടാണ് JC ആക്കിയിട്ട് വണ്ടിക്കകത്ത് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസമൊക്കെ ചിലപ്പം ഭക്ഷണം കഴിക്കാനുള്ള പൈസയും CNG ജസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള പൈസയൊക്കെ അത്ര ഓടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഊബർ മെച്ചമാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അതൊക്കെ അവനവൻ്റെ ഒരു ഔചിത്യം പോലെ ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് വേറെ ഒന്നുമില്ല. ഞാൻ വേറെ ഒന്നും പറയാത്ത വേറെ ഒന്നുമില്ല. എനിക്കും ഇപ്പം മെച്ചമാണോ എന്ന് ഓൾറൗണ്ട് നോക്കിയിട്ട് തീരുമാനിച്ച് അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല.
ഇപ്പം നിലവിൽ ഓടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ വണ്ടിക്ക് ഓടി എടുത്തേ പറ്റുള്ളൂ, വണ്ടിക്ക് റെൻറ്റ് കൊടുക്കണം. നമ്മൾ ഓടിയില്ലെങ്കിൽ വണ്ടിക്ക് റെൻറ്റ് കൊടുക്കണം. അതേപോലെ CNG ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം, നമ്മുടെ റൂമിൻ്റെ ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ പുറത്തുനിന്നുള്ള ഒരാളാണല്ലോ. അപ്പം അതിനൊക്കെ നമ്മൾ ക്യാഷ് കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ ഒത്തിരി ഡള്ളാണ് ഓട്ടം. കാരണം ഒത്തിരി ഡ്രൈവർമാർ, ഒത്തിരി വണ്ടികളായി. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പം നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, ട്രിപ്പ് കുറവുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എനിക്കറിയാവുന്ന ആരെ പോലും നിർബന്ധിക്കാത്തത്. മുമ്പത്തെ ഒരു സാഹചര്യം, ഞാൻ വന്നിറങ്ങിയപ്പോൾ ഒരു സാഹചര്യമൊന്നുമല്ല. ഇപ്പോൾ ഒത്തിരി ട്രിപ്പുകൾ കുറഞ്ഞു. പിന്നെ സ്വന്തം വണ്ടി ആണെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിന്ന് പോകാം, അതിനകത്തൊരു സംശയമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് എടുക്കാനുള്ള പരിപാടി നോക്കിയിട്ട് കാണാം. ഇന്നലെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ല. ഇന്നലെ വീഡിയോ ഇട്ടത് വേണമെന്നുണ്ടല്ല, ഇന്നലെ ഞാൻ പോയ ഓട്ടങ്ങൾ മുഴുവൻ ഒരു വക പോസ്റ്റ് ഓട്ടങ്ങളായിരുന്നു. അപ്പോൾ 4 കിലോമീറ്റർ പോയി, ചിലപ്പോൾ പിക്കപ്പ് 4 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ട്രിപ്പില്ലാത്ത ദിവസമാകുമോ എന്നുള്ളത് ഒരു സംശയം കൊണ്ട് ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കില്ല, എല്ലാം പോയി എടുത്തു. അപ്പോൾ അതുകൊണ്ട് പിക്കപ്പ് കൂടുതൽ വരുമ്പോൾ നമുക്ക് അവിടെ ഇതിൻ്റെ സമയം കുറയും. അവിടെ ഈ ഊബറിൽ നമുക്ക് ഡ്രൈവിംഗ് ടൈം കുറയുക. പിക്കപ്പ് കൂടുതൽ വരുമ്പോൾ എന്നല്ല, നമ്മൾ ഓടുന്നതനുസരിച്ച് ഡ്രൈവിംഗ് ടൈം കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ആയിരുന്നില്ല. ഇന്നലെ പ്രാന്ത് പിടിച്ച് ആകുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെറിയ ഷോർട്സ് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ. കാരണം എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഒരു ആശ്വാസം അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ അപ്പുറത്തൊരു ചായ കുടിക്കാനുള്ള പ്ലാനിൽ അവിടെ ഒരു കടയുണ്ട്. ആ ബാക്കിലുണ്ടൊരു കട, അവിടെ പോയി ചെറിയ ചായ അടിക്കാനുള്ള പരിപാടി നോക്കിയിട്ട് വരാം. എന്തായാലും അപ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്പ് അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ആദ്യത്തെ ട്രിപ്പ് അടിച്ചും കാണാം. ആരുടെയും നേരെ ഒരു ആംബുലൻസ് തന്ന് വിട്ടത് മുപ്പത്തടത്തേക്കാണ്. മുപ്പത്തടം ആണിപ്പോൾ നിൽക്കുന്നത്. മുപ്പത്തടം കടുങ്കല്ലൂർ ഭാഗത്ത്. കടുങ്കല്ലൂർ മുപ്പത്തടത്തിന് ഇടയ്ക്കാം. രാവിലെ വന്നൊരു ചായ കുടിച്ചത് ഈ കടയിൽ നിന്ന്. ഗ്ലാസ്സിലെല്ലാം മഞ്ഞാട്ടോ. ഇപ്പം ലെൻസ് ആൻഡ് ക്ലിയർ ആയില്ലേ. ഈ കടയിൽ ചായ കുടിച്ചു. നല്ല ക്ലാസ് ചായ ആയിരുന്നു. ഞാൻ മധുരം കൂട്ടം മറന്നുപോയി പറയാൻ. പുള്ളി അത് വേണ്ട രീതി കൈകാര്യം ചെയ്തു, അതാണ് തന്നത്. നല്ല സൂപ്പർ ചായ ആയിരുന്നു. ചായയും കുടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ അവിടെ എങ്ങനെ വരുന്നെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ടല്ലോ അവിടെ നിന്ന് ട്രിപ്പ് പഠിച്ചത്. നല്ല തിരക്കുള്ള സമയം ഇപ്പം. ഇവിടെ നിന്ന് ഇനി ഒരു ട്രിപ്പ്, ഒരു അമ്പൽപ്പൂവൊക്കെ പറിച്ച് ഇവിടെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. രാവിലെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇങ്ങനെ അല്ലാത്ത സ്ഥലത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതീവ രസമായിരിക്കും. നമുക്ക് എന്തായാലും ഇനി പോയി ഇച്ചിരി പെട്രോൾ അടിക്കണം. രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിന്നാൻ തുടങ്ങി. അപ്പം പെട്രോൾ ഇച്ചിരി അടിക്കണം. ഇതായിരുന്നു പെട്രോളെങ്കിൽ സെറ്റായിരുന്നു. പക്ഷേ ഇതാണ് പെട്രോൾ. കഴിഞ്ഞ ദിവസം ഒരു ATM കാർഡ് ഒരെണ്ണം എൻ്റെ ആട്ടോ നഷ്ടപ്പെട്ട് കിട്ടിയത്. ആരുടെയാണെന്ന് അറിയത്തില്ല. ഇതാ ഒരു പെങ്കൊച്ചിൻ്റെ, ആ പെങ്കൊച്ച് കയറി കഴിഞ്ഞ് ഇത് വണ്ടിയൊക്കെ കിടന്ന് കിട്ടിയത്. വേറെ ആൾ എടുത്ത് തന്നത്. അപ്പം ഞാനോർത്ത് ആ കൊച്ചിൻ്റെ ആയിരിക്കും ഓർത്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ അവിടെ ഓടി ചെന്നതാണ്. അപ്പം അവിടെ ചിലപ്പോൾ ആ കൊച്ചിൻ്റെ ആണെന്നും പറഞ്ഞു. ഞാൻ ഊബറെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അപ്പോൾ അവർ നമ്പർ തന്ന് ഇത് ആ കൊച്ചിൻ്റെ ആണെന്ന് പറയുകയും ചെയ്തു. ആ കൊച്ചും പറഞ്ഞു നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൊണ്ട് കൊടുക്കാൻ ചെന്നു. കൊടുത്ത അവരുടെ ആണെങ്കിൽ അല്ലേ വണ്ടിക്കൂലി വരുള്ളൂ. അവരുടെ എല്ലാവരും അവിടെ ചെന്നപ്പോൾ ഇത് പേരൊന്നുമില്ല. അപ്പോൾ എന്നോട് ആ കൊച്ചിട്ട് പറഞ്ഞുമില്ല, പേരുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞുമില്ല. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 4-5 കിലോമീറ്ററിൻ്റെ പൈസ പോയി. അറിയാനത്തില്ല, ട്രോഫി ആയിട്ട് ഇരിപ്പുണ്ട്. എവിടെയെങ്കിലും വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടി ഒന്ന് കഴുകാമായിരുന്നതുകൊണ്ട്. ഗ്ലാസിൻ്റെ ഒരു സൈഡിലൊക്കെ ഇത് ചെടിയല്ല, പൊടി കുഴഞ്ഞൊരു പരിവായിട്ടിരിക്കുന്നത്. അത് തൂത്തിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് എടുത്തേച്ച് എവിടെയെങ്കിലുമൊക്കെ വലിയ നിലയിൽ എത്തിയിട്ട് കാണാം. 8:30 കഴിഞ്ഞു. ചെറിയൊരു പിക്കപ്പിലാട്ടോ. വന്നപ്പോൾ നല്ല കിടുക്കനൊരു സ്ഥലം കണ്ടു. നേരെ എടുത്തതാണ്. പുറത്തിറക്കി കാണിക്കാവേ. നമ്മൾ ഈ വഴിക്കാണ് വന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വന്നതാ. ഇപ്പം സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്നറിയത്തില്ലാതെ നിൽക്കുക. മുന്നോട്ട് പൊക്കോളാനാണ് കാണിക്കുന്നത്. എന്തായാലും ഇനിയിപ്പം മുന്നോട്ടൊന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് നിൽക്കുക. അവസാനം ആ വഴി വേണ്ടെന്ന് വെച്ചു കേട്ടോ.
ഈ വഴി വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴിക്ക് പോകാമെന്ന് ഓർത്താ. എന്തായാലും കൊള്ളാം. ഗൂഗിൾ മാപ്പ് ഇനി മുന്നോട്ട് വിട്ടോളാനാണ് പറയുന്നത്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം, എവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. എന്തായാലും പകലായതുകൊണ്ട് വഴി തീർന്നാൽ കാണാൻ പറ്റും. അത് ചെന്നിട്ട് കാണാം. നമ്മൾ കാലടി ആ ഭാഗത്ത് നിന്ന് ട്രിപ്പ് കിട്ടി ആലുവയിലേക്കാണ് വന്നത്. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നത്. അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെയൊക്കെ വണ്ടി ഇടാൻ തുള്ളി പോലും സ്ഥലമില്ലായിരുന്നു. ഞാൻ പിന്നെ അവിടുന്ന് കുറേ അധികം മുന്നോട്ടേക്ക് പോകുന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് കയറി. അവിടെ വന്നപ്പോൾ അവിടെ സ്ഥലമില്ല. പിന്നെ അവിടുന്ന് മുന്നോട്ടെടുത്തൊരു 1.5 കിലോമീറ്റർ ഓടി വേറെ റൂട്ടിൽ വന്ന് കിടക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കാണുന്നു കേട്ടോ. നോക്കി എന്ത് വണ്ടികളാണ് നോക്കി. ഇത് മുഴുവൻ പിടിച്ചിട്ടേന്ന് കേട്ടോ. ഫോക്കസിങ് ഒക്കെ ശോകമാണ് ഇടയ്ക്കിങ്ങനെ. ഇത് പിടിച്ചിട്ടെന്നല്ലോ കേട്ടോ, ഇതെൻ്റെ വണ്ടിയാണ്. ഇതല്ല, ഇതൊക്കെ തട്ടും മുട്ടുമൊക്കെ ആയിട്ട് പിടിച്ചിട്ടെന്ന്. എത്ര വണ്ടികളാണ് നോക്കി കിടക്കുന്നത്. ഇതിനൊന്നൊരു കുഴപ്പമില്ല, ഇതൊക്കെ ലോഡ് കയറ്റി പിടിച്ച് കേൾക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നത്. മണൽ അതിൻ്റെ മുകളിൽ കാണാം. ആ കിടക്കുന്ന വണ്ടി ആ ലോറി. അതെ, ഇത് ഇയോണൊക്കെ ഒരു അഡ്വക്കേറ്റിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് അതിൽ സിമ്പിളൊക്കെ ഉണ്ട്. ഓട്ടോയൊക്കെ ഇടിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഇടിയാണ് കിട്ടിയേക്കുന്നത്. ഹാൻഡിലെല്ലാം അവിടെ ക്ണയാന്നായിരിക്കുന്നത്, ക്ണയാന്ന്. അതുപോലെ ഈ സ്വിഫ്റ്റ് കണ്ടോ. ഇതൊന്നും ഇനി പണിയാൻ റിസ്ക്കായിരിക്കും. ഇതൊക്കെ കേസമ്പുറത്ത് കിടക്കുന്ന വണ്ടികളായിരിക്കും. എന്നാലും എത്ര വണ്ടികളാണെന്ന് ചുമ്മാ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ വേറൊരു വണ്ടി കണ്ടു. ഇതുണ്ടോ കിടക്കുന്നത് സ്വിഫ്റ്റ്. ഇതൊക്കെ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് പിടിച്ചേക്കുന്ന വണ്ടികളായിരിക്കും. ഇത് നമ്മുടെ സ്വന്തം വണ്ടി കേട്ടോ, ലീഗലി ഇവിടെ കൊണ്ടിട്ടേക്കുന്നതാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ തട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഇച്ചിരി പെയിൻറ്റ് പോയതേ ഉള്ളൂ. സൈഡിലെ കുറച്ച് പെയിൻറ്റ് ഇത് സ്ക്രാച്ചായി. പിന്നെ ഈ ഭാഗം ഒരു ഇച്ചിരി ഇതായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങോട്ട് പിടിച്ച് വെച്ചപ്പോൾ റെഡിയായി. ഈ ഡോറ് തുറക്കാൻ പാടായിരുന്നു. ഇതെൻ്റെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ടേക്ക് തിരിയാൻ നിൽക്കുമായിരുന്നു. അപ്പം ഈ സൈഡ് കൂടെ, അതായത് ഇടതുവശത്തോടെ വന്നൊരു പുള്ളി വന്ന് കയറിയതാണ്. അപ്പം ടാറ്റയുടെ വണ്ടിയായിരുന്നു. ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളൂ. സാധാരണ ടാറ്റയുടെ വണ്ടി ഇടിച്ച് മാട്ടേ കയറ്റുന്നതാണ്. ഇതിങ്ങനെ നിരക്കി കിടക്കുള്ളൂ. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ അവർ പിടിച്ചിട്ട് വരുന്ന വണ്ടികളായി കിടക്കുന്നു മുഴുവൻ. പിന്നെ നല്ല രസമുണ്ട് ഇറങ്ങി നിൽക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇറങ്ങി നിൽക്കുമായിരുന്നു. വണ്ടിക്കകത്തിരുന്നാൽ കുറച്ച് ചൂടാവും. ഇതാകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയാൽ ആകാം. ട്രിപ്പ് അടിച്ചിട്ട് എടുക്കാന്നുള്ള പരിപാടി നിൽക്കുക. അടിക്കുമായിരിക്കും. എന്തായാലും ഓട്ടോ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഇതുപോലെ നടക്കട്ടെന്ന് വെച്ചു. ട്രിപ്പുകൾ തീരെ കുറവാണ്. അതുകൊണ്ട് ചോറുണ്ടാന്ന് വെച്ചു. ചോറിന് നിലവിൽ കറി, പപ്പടം, ഹായ് മുന്തിരിങ്ങ ആവും. കൊള്ളാട്ടോ. വാഴയ്ക്ക, ഇത് ബീഫ് ചാറാണ്. ഇത് നാരങ്ങ അച്ചാറ്. പ്ലേറ്റ് ഒരു വള്ളം പോലെ ആട്ടം ഉണ്ട്. ചട്ട് പൊട്ട് വെച്ചിട്ട് ഒഴിച്ച് തട്ടാം. രാവിലെ ചായ ഒരെണ്ണം കുടിച്ചുവെങ്കിൽ അത് അത്രയും കേട്ടില്ല. അതുകൊണ്ട് അത്രയും ചോറേ ഉള്ളൂ. നമ്മൾ വാങ്ങണം. നല്ല വിശപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്തോ സംഭവം മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയത്തില്ല. റേറ്റ് കൊള്ളാക്കിയിട്ടാണോ? ഇച്ചിരി കൂടുതലല്ലേ? ഇത്രയുണ്ട്. നമ്മുടെ ചോറ്റാനിക്കര കടയിൽ കയറി കഴിച്ച പോലെ ഉണ്ട്.
നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇന്ന് ഗ്രാൻഡായിട്ട് കഴിക്കാമെന്ന് വെച്ചു. കാരണം ഇന്നെന്തായാലും ട്രിപ്പുകളൊന്നുമില്ല. ഫോണേയും കൈ പിടിക്കാനായിട്ട് ബുക്ക് വരാം, ചാരി വെക്കാം. കിട്ടുന്നുണ്ടോ? ഫാനുണ്ടോ? നല്ല കാറ്റ് വേണം. ഭക്ഷണത്തിൻ്റെ വീഡിയോ കാണിക്കുന്ന ദിവസം ഞാൻ ഗ്രാൻഡായിട്ട് കഴിക്കുള്ളൂ. അത് സാധാരണ വയസ്സിൽ വന്നു കാണുന്നില്ല, എന്നാ പറയും. കഴിച്ച് വേണം. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇപ്പം ഈ പാലത്തേക്കട സീപോർട്ട് റോഡാണ് ഇത്. ഈ പാലത്തേക്കട MC റോഡാണെന്ന് തോന്നുന്നു. ഈ പാലത്തേക്കട പൊക്കോണ്ടിരിക്കുക. സൈഡിലിങ്ങനെ ഒരു ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ആ പെരുമ്പാവൂർ റോഡിൽ ഇറങ്ങി കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് റൂൾ വന്നു. ഇങ്ങനെ വണ്ടി ചെരിഞ്ഞാണ് കിടന്നത്. അപ്പോൾ പെട്രോള് രാവിലെ നമ്മൾ അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അടിച്ചില്ല. കാരണം വേറെ അങ്ങോട്ട് ഓടിയിട്ടില്ല. അവിടെ നേരെ വന്ന് ആലുവയിൽ നിന്ന് രണ്ട് ട്രിപ്പോടെ എടുത്തിട്ടുള്ളൂ. വേറെ അങ്ങോട്ട് ഓടി ഇല്ല. അതുകൊണ്ട് ഞാൻ പെട്രോൾ അടിക്കാനുള്ള കാര്യം വിട്ടുപോയി. ഇപ്പോൾ ചെല്ലുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പെട്രോൾ ഫില്ല് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. സ്റ്റാർട്ടിങ് ഇപ്പം ഒരു അവർ ആ ഹോട്ടലിലെ ആളുകൾ തള്ളി തന്നു കേട്ടോ. അവർ തള്ളിയിട്ടും പരിപാടി നീങ്ങിയില്ല. എന്നിട്ട് പിന്നെ നിരപ്പത്തേക്ക് കിടന്ന് ഞാൻ ചുമ്മാ അടിച്ചു പോയി പെട്രോൾ വണ്ടി വിളിച്ച് പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് ഓർത്ത് എടുത്തപ്പം ഒന്ന് ചുമ്മാ അടിച്ച് നോക്കിയപ്പോൾ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്തായാലും പെട്രോൾ പമ്പിലേക്ക് പോവാം. പിന്നെ ചിലപ്പോൾ പണി കിട്ടും നമുക്ക്. ഫ്യൂവൽ പമ്പിനും കംപ്ലൈൻ്റ് ആണ്. പിന്നെ മറന്നതാണ്, അല്ല നമ്മളങ്ങനെ പെട്രോൾ അടിക്കാതിരിക്കാറില്ല. കാരണം നമുക്ക് പണി കിട്ടും എപ്പോഴും. എന്തായാലും നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ട് ഒതുക്കി കേട്ടോ. ഇന്നലെ നമ്മൾ വണ്ടി ഇട്ടടുത്ത് തന്നെ ഇട്ടേക്കുന്നത്. നമ്മുടെ ഫോറം വാളിൻ്റെ അടുത്ത് ഒരു ചെറിയ സ്ഥലമുണ്ട്. ഉറക്കം വന്നിട്ട് കണ്ണട്ടഞ്ഞ് പോകുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഒതുക്കി. അജ്മൽ തൊട്ടപ്പുറത്തുണ്ട്. അവന് ഒന്ന് തേവരയ്ക്കായിരുന്നു. അപ്പോൾ അവന് ഇവിടേക്ക് വന്നു സ്ഥലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടുപേരുടെ കിടക്കാനുള്ള പരിപാടിയാണ്. അവൻ്റെ അപ്പുറത്തെ വണ്ടിക്കകത്തുണ്ട്, വണ്ടിക്കകത്ത് അവനുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കിടന്നുറങ്ങാന്നുള്ള പരിപാടിയിലായിരിക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയാകാറായി. എനിക്കിവിടെ പൊന്നൂരുണ്ണി വരെ ഉണ്ടായിരുന്നു, അതായത് വയറ്റിലേക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ട്രിപ്പ്. അപ്പോൾ ഞാനും പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇട്ടിട്ട് ആ കാണുന്ന പമ്പിൽ പോയി രാവിലെ പല്ലൊക്കെ തേച്ചൊന്ന് സെറ്റാവാൻ. അതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ടു. അപ്പം എന്തായാലും നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ കാണാം.